ഇതാണ് നമ്മുടെ മാവരപ്പാറ. പന്തളം ടൗൺ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കോളേജ് NSS കോളേജ് അറിയാവുന്നവർക്ക് അറിയായിരിക്കും. സിഗ്നലാണ്. ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ പത്തനംതിട്ട, ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ആലപ്പുഴ, നേരെ പോയി കഴിഞ്ഞാൽ കോട്ടയം, തിരിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അടൂര്, കൊട്ടാരക്കര, തിരുവനന്തപുരം. നേരെ പോട്ടെ സിഗ്നലാണ്. കിടക്കട്ടെ എല്ലാ അമ്മാവന്മാരാണ്. വളരെ ഡിസ്റ്റർബൻസ് ഉള്ള അമ്മാവന്മാർ. നവരാത്രി മണ്ഡപം അത് ബസ് സ്റ്റാൻഡ്. ഇത് നമ്മുടെ പന്തളംകാരുടെ സ്വന്തം ഷൈൻസ് ഭാസ്കര, എല്ലാവർക്കും എന്താന്ന് വെച്ചാൽ കൊടുക്കേ. നമ്മുടെ ബജിക്കട എത്താറായിട്ടുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റാണ്, കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ഇടവ സൈഡിലാണ്. നീ എവിടെ വന്ന മരഭൂതമേ? ഈ സൈക്കിൾ ഹെർക്കുലിസാറില്ല. ആളുകൾ പുറകെ വരുന്നുണ്ട്. വണ്ടി ഫർണിച്ചർ കടയിലൊക്കെ കൊണ്ട് കയറ്റുന്ന രണ്ട് കസാരയുണ്ടോ കടിക്കാനുണ്ട്? എടുത്തോ എടുക്കടാ. നമ്മൾ സ്ഥിരമായിട്ട് ചായ കുടിക്കുന്ന സ്പോട്ടാണിത്. നമ്മുടെ പന്തളംകാരുടെ സ്വന്തം ബജിക്കട. മിക്കപ്പോഴും വരുമായിരുന്നു. ഇവിടെ ഉള്ളപ്പോൾ രാവിലെ വൈകിട്ടൊക്കെ വരുന്നത്. രാവിലെ ഇല്ല, വൈകുന്നേരം മാത്രമല്ല. നിന്ന് തിന്നുവേടാ. എനിക്കൂടെ ഒന്നും എടുക്കടാ. അപ്പം ബാക്കി വെച്ചിട്ട് വരാം. നമുക്ക് തൂക്കുപാലത്തിൽ പോയിട്ട് ബാക്കി ഈറ്റപ്പണ്ടാരങ്ങളുടെ ആക്രാന്തം ഒഴിച്ചു കൊടുക്കണം. നല്ല അടിപൊളി മഴ, ചായ, മുളക് ബജി വിത്ത് ചട്നി. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. മനുഷ്യൻ ഇവിടെ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുക. ഇതുവരെ ഒരു തുള്ളി ചായ പോലും കൂച്ചില്ല. നിന്ന് തിന്നുക. നാണമില്ലാത്ത പട്ടി. അപ്പൊ നമുക്കിവിടെ ഒരു മാമനെ കിട്ടിയിട്ടുണ്ട്. മാമ പൊളിയാണ്. പേരാണ് നെഹ്റു. നല്ല അടിപൊളി ഗായകരാണ്. ഒരു പാട്ട് പഠിക്കുക. എന്ത് കാണിക്കും? അങ്ങനൊന്നുമില്ല, ഇന്നൊന്നുമില്ല. എന്ത് കാണിക്കും? ഒരു പാട്ട് പഠിക്കും. ഒരു പാട്ട്, ഒരു നല്ല മലയാളം പാട്ട്. കൈകൊട്ടു പെണ്ണേ കൊഞ്ചും വളയിട്ട് കൈകൊട്ടു പെണ്ണേ വളയിട്ട് കൈകൊട്ട് കർമാടി കുട്ടാണ് നന്ദിനി കുട്ടിക്ക് മാറ്റുണ്ടായ കല്യാണം. നാഗസ്വരം വേണം, തവള് വേണം, പിന്നെ ആസാൻ ചേനന്റെ തൊപ്പ് വേണം. തന്നാനെ മതിയോ? മാമന്റെ പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാനൊരു വലിയ സംഭവം അല്ലേ? വേറെ ആരും ഇല്ലെങ്കിൽ ரொம்ப நல்ல கொண்டா எம்பிட்டு எடுத்தாலும் தாங்குறியா அந்த மாதிரி. அதான் காமெடி தமிழ்ல அறியா நமக்கு மோளல் பண்ணில்ல ആ പാട്ട് പടച്ചേ നമ്മുടെ പേജിലെ സബ്സ്ക്രൈബർ കട്ട മോഹൻലാൽ ഫാനാണ്. പിന്നെ ജില്ലാ പട്ടണത്ത് ഒരു പാട്ട് പടച്ചേ. ശിവനും ശക്തിയും ചേർന്ന എങ്ക മാറ്റിട ഒന്ന് കെട്ടിട പാടം കയ്യെ കെട്ടി തോള. യാര്? വിജയ മോഹൻലാൽ അഭിനയിച്ച പടമാ. ജില്ലാ പടം എങ്ങനെ ഉണ്ട്? അഭിനയിച്ചിട്ടുണ്ടല്ലോ. അടിപൊളി. എങ്ങനെ ഉണ്ട്? നമ്മളെ ആള് ബജി വെച്ച് കഴിച്ചു. ബജി വേണം. മതി കഴിക്കും. ചാൻസ് യൂട്യൂബിൽ വരും. ഓക്കെ പറഞ്ഞാൽ മതി. ഈ കടയിൽ പറഞ്ഞോ. മോഹൻലാലിനോട് വല്ലതും പറയാനുണ്ടാവും. മോഹൻലാൽ சொல்லணுமா? என்ன இல்ல இருந்தவரு அவர் காணும். நான் அவரை வீட்டுல மிஸ்திரி வரோம் മിനിക്കാരാ. അപ്പൊ ശരി, നമുക്കാള് മാറിപ്പോയി. തെറ്റന്റെ ഭാഗത്താ. സാറേ, മൂത്രം കുടിച്ചു വരുന്ന വഴി ഇത്തിരി ചായ ഒഴിക്കാൻ നേരിച്ചു. നൈസ് ടു മീറ്റ് യു. ഇവിടെ പറഞ്ഞാൽ മതി സാർ. സപ്പോർട്ട് ചെയ്യാൻ പറ. നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അത്രേ ഉള്ളൂ. നമ്മ ചായ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് തൂപ്പാലത്തോട്ട് പോവാം. ഇനി ഒത്തിരി നിന്ന് കഴിഞ്ഞാൽ അസംബ്ലി പിരിച്ചുവിട്ടു.
നമ്മുടെ മാമന്റെ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് നമ്മുടെ പന്തളം കൊട്ടാരം, അയ്യപ്പൻ താമസിച്ചിരുന്ന സ്ഥലം. ഓക്കെ, നമ്മളിപ്പോൾ കോഴിക്ക് അമ്പലത്തിനകത്തൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അകത്തോടുള്ള വഴിയാണിത്. ഇപ്പോൾ കാണിച്ചാൽ കൊട്ടാരം അകത്തോട്ട് കയറാൻ നമുക്ക് അലൗഡായി. അവിടെ നിന്ന് പാസ് ചെയ്യാൻ തന്നെ എന്നെ നൊസ്റ്റാൾജിയാണ് ഫുള്ള്. ഇതുവഴിയൊക്കെ കുറേ നടന്നു വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞ തൂക്കുപാലത്തിലേക്കാണ്. ഈവനിങ് ടൈമൊക്കെ ആൾക്കാർ വന്ന് സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്പേസാണിത്. യെസ് യെസ്, വട്ടം തിരിച്ചു വരുന്നുണ്ട്. ശരിയെന്നാ, നമ്മുടെ തൂക്കുപാലമാണിത്. നമ്മുടെ കൂട്ടുകാരൻ്റെ അനിയനാണ്. പിന്നെ പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവരും ഈവനിങ് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുന്ന ഒരു മറ്റൊരു പ്ലേസാണിത്. കുഴപ്പമില്ല. ഇതെന്ന് വെച്ചാൽ നമ്മുടെ അച്ചൻകോവിലാറാണിത്. അച്ചൻകോവിലാറിൻ്റെ നെറുകയിലൂടെ ഒരു പാലം, നമ്മുടെ തൂക്കുപാലം, പന്തളംകാരുടെ സ്വന്തം തൂക്കുപാലം. ഇഷ്ടപ്പെട്ടാളാ? എങ്ങോണ്ട്? കുഴപ്പമില്ല. പിന്നെ ഇപ്പം നല്ല മഴ ആയതുകൊണ്ടായിരിക്കും വെള്ളമൊക്കെ നല്ല കലങ്ങി ചെളിയായിട്ട് കിടക്കുക. അല്ലെങ്കിൽ ഇച്ചിരി നല്ല രസമായിരുന്നു കാണാൻ. ഈ ആറ് നേരെ നമ്മുടെ വീടിന്റെ തൊട്ട് ബാക്കിൽ കൂടെയാണ് പോകുന്നത്. അച്ചൻകോവിലാറ്, അച്ഛൻ കോവിൽ ആറ്. ഈ ആറിന് ഭയങ്കര ഐതിഹ്യം അതാണ്ടൊക്കെ ഉള്ളതാണ്. എനിക്ക് അറിഞ്ഞുകൂടാ കറക്റ്റ്. ഇത് അതുപോലെ ഈ കാണുന്നത് ശ്രീവത്സംകാരുടെ വീടാണ്. ശ്രീവത്സം ജുവലേഴ്സ് ആൻഡ് ശ്രീവത്സം ഹോട്ടൽസ്, ശ്രീവത്സം ബാർ, കുറേ ഉണ്ട്. അവർക്ക് എന്തൊക്കെയോ ബിസിനസ്സുകളുണ്ട്. അവരുടെ വീടാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ പറഞ്ഞു കേട്ടത് അങ്ങനെയാണ്. ഇനി വേറെ വല്ല സെറ്റപ്പോ ആണോ, ഒരു വല്ല റിസോർട്ടോ അങ്ങനെ വല്ലതും പ്ലാൻ ചെയ്തിട്ടാണോ ചെയ്തതെന്ന് അറിഞ്ഞൂടാ. പക്ഷേ പറഞ്ഞു കേട്ടിട്ടുള്ളത് വീടാണെന്നാണ്. കൊള്ളാമല്ലേ? ഫ്രണ്ട് സൈഡ് കാണാൻ ഇച്ചിരിയുടെ വേറൊരു വൈബാണ്. അവിടുന്ന് 360 ഷോട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്നാലും ഇവിടുന്ന് 2 360 ഷോട്ടും ഒരു ഫോട്ടോ എടുക്കണമെന്നാണ്. അവിടെ വിട്ടുപോയി, മറന്നുപോയി. പക്ഷേ ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ നോക്കാം. ലൈറ്റ് പോകാറായി. പിന്നെ ഇവിടുത്തെ ഒരു വിഷ്വൽ കണ്ടല്ല. ചാടിക്കൊടുത്തല്ല കൈ. ഇവൻ ചാടിയായിരിക്കും, ഇവൻ ചാടിയാൽ നന്നായിരിക്കും. ഭൂമിയുടെ ഭാരം അത്രയും കുറഞ്ഞിരിക്കും. എത്ര കിലോമീറ്റർ മതി? 75. അപ്പൊ 75 കിലോ ലാഭം. പണ്ട് 3 വർഷം മുമ്പ്, ഇപ്പൊ 90 കിലോ. ഇതാണ് നമ്മുടെ തൂക്കുപാലം 360 വൈബ്. കൂടുതലും കപ്പിൾസിന്റെ ഒരു സ്പേസ് ആണ് ഇവിടെ. ഞാൻ അങ്ങനെ കുറവാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് പെണ്ണിനെ വന്നിട്ടുണ്ട്, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ റയറാണ് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ രാവിലെ നല്ല വെയിലായിരിക്കും, നട്ട വെയിൽ. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമല്ലോ, എന്ന് വെച്ചാൽ ഓപ്പൺ സ്പേസ് അല്ലേ, നല്ല വെയിലടിക്കും. വൈകിട്ടൊക്കെ ഇതുപോലെ വന്നിരിക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. വയ്യ കൂട്ടിക്കയറാൻ പോവാണ്. കൂട്ടിക്കയറിയിട്ട് ദിവൻ മിക്കവാറും ഇന്ന് വൈകിട്ട് തന്നെ തെറിക്കും. ഞാൻ ചിലപ്പം ഏർലി മോർണിംഗ് തിരിച്ചെറണാകുളം പോവാണ്. അപ്പം ഹോം ടൂർ ഇവിടെ കഴിയാണ്. ഇനി അടുത്ത ടൂർ ഉണ്ടെങ്കിൽ എൻ്റെ വീട് വടക്കൻ പറവൂർ. വാടാ എന്റെ പല്ല് കൊള്ളത്തില്ല. ബായ് പറയാ, ഒരു മടിയെന്ന് അവന്റെ പല്ലടിക്കാൻ അകത്ത് കയറ്റി ഞാൻ. അപ്പൊ ബായ് ബായ്.